അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് മറ്റൊരു സുപ്രധാന വാർത്ത കൂടി പുറത്തുവരികയാണ്. റഷ്യൻ യുക്രൈൻ വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്കും ഇരു രാജ്യങ്ങളും കടക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള 2 മണിക്കൂർ നീണ്ടുനിന്ന ടെലിഫോൺ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. ഒപ്പം സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റും അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഒരുപക്ഷെ ഇനി അറിയേണ്ടത് യുക്രൈനിലുള്ള സമാധാനം എന്ന് സാധ്യമാകുമെന്നുള്ള കാര്യം തന്നെയാണ്. എത്രയും പെട്ടെന്ന് സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ? വിഷ്ണു, വെടിനിർത്തൽ, അതായത് 30 ദിവസത്തെ വെടിനിർത്തൽ ഉടൻ നടപ്പാക്കണമെന്ന ഒരു പ്രാഥമിക സൂചന തന്നെയാണ് ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുകയും പിന്നാലെ ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുടിനുമായി നടത്തി എന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് ഇതിൽ കുറിച്ചത്. അതായത് തന്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്തിൽ കുറിച്ചത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് വ്ളാഡിമിർ പുടിനുമായുള്ള ടെലിഫോൺ ചർച്ചകൾ ട്രംപ് നടത്തിയത്. ഈ ടെലിഫോൺ ചർച്ചകൾ 2 മണിക്കൂറോളം നീണ്ടു എന്ന് ഇന്നലെ തന്നെ വാർത്തകളിൽ ഏറെ ഇടം പിടിച്ച ഒരു സംഭവമായിരുന്നു. ഈ 2 മണിക്കൂർ നീണ്ട സുദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരമൊരു നിഗമനത്തിലെത്താൻ ട്രംപിന് സാധിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ട്രംപ് ഇക്കാര്യത്തിൽ ഈ ചർച്ചകൾ ആരംഭിച്ച വേളയിൽ, ഇസ്താംബുൾ ചർച്ചകളൊക്കെ നടക്കുന്ന വേളയിൽ തന്നെ തന്റെ ഇടപെടലില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടലുണ്ടാകില്ല എന്ന ഒരു സൂചന ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. അതായത് അമേരിക്കയുമായി വൻതോതിൽ നടത്തുന്ന വാണിജ്യ ഇടപാടുകൾ സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും, അതായത് റഷ്യയും അമേരിക്കയും എത്താനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഒരു പശ്ചാത്തലം ഒരുക്കിയത്. അതായത് അമേരിക്കയുമായി വിശാലമായ വാണിജ്യ ബന്ധം റഷ്യ ആഗ്രഹിക്കുന്നുവെന്ന് വളരെ കൃത്യമായി തന്നെ ട്രംപ് ഈ ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, സെലൻസ്കിയും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്നും അദ്ദേഹത്തോട് യുക്രൈൻ പ്രസിഡന്റിനോട് സംസാരിച്ചുവെന്നും കൃത്യമായി ട്രംപ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ നേതാക്കളായ ജർമ്മൻ ചാൻസലറും അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും എല്ലാം തന്നെ കൃത്യമായൊരു നിലപാട്, ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് തനിക്കൊപ്പം എടുത്തു എന്ന ഒരു സൂചനയും വളരെ വ്യക്തമായി തന്നെ ട്രംപ് ഈ സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വെടിനിർത്തലിന് ശേഷമുള്ള തുടർ ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള കുറെ കൂടി വിശദീകരണങ്ങൾ ഇനിയും വരാനുണ്ട്. അധികം വൈകാതെ 1-2 ദിവസങ്ങൾക്കകം അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും ഈ വെടിനിർത്തൽ ചർച്ചകളും തുടർ ചർച്ചകളും വൈകാതെ ആരംഭിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകാൻ സാധിക്കുന്നത്. എന്നാണ് തുടർ ചർച്ചകൾ ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഇനിയും അറിയിപ്പുകൾ വരേണ്ടതുണ്ട്. എങ്കിലും ഏറെ കാലതാമസമില്ലാതെ റഷ്യ-യുക്രൈൻ സംഘർഷം അവസാനിക്കുകയും ഒരു പഴയ സമാധാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.